ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഹൈ റേഞ്ച് ഡയറീസിലേക്ക് സ്വാഗതം. ഞാനിന്ന് ഉച്ചക്കത്തേക്ക് ഒരു കറി വയ്ക്കുന്നുണ്ട്. ഉണക്കമീനും ഇതേപോലെ സ്റ്റാർ പുളിയൊക്കെ ഇട്ട് ഒരു കറി വയ്ക്കുന്നുണ്ട്. അതൊന്ന് നിങ്ങളെ കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ സ്റ്റാർ പുളി ഇല്ലേ, ഇതേപോലത്തെ സ്റ്റാർ പുളി എല്ലായിടത്തും ഒക്കെ ഉണ്ടാവും. ആ സ്റ്റാർ പുളി ഉണക്കമീനും കൂടെ ഇട്ടാണ് ഞാൻ കറി വയ്ക്കുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. വേണ്ടിയിട്ട് ഞാനിതാ ഉണക്കമീൻ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഏത് സൈസിലുള്ള ഉണക്കമീനാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് ഒരു 4 പച്ചമുളകും പിന്നെ സബോള എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങ അരച്ചാണ് കറി വയ്ക്കുന്നത്. പിന്നെ നമുക്ക് മല്ലിപ്പൊടി, മുളക് പൊടി എല്ലാം വേണം. ഈ സ്റ്റാർ പുളി ഇതേപോലെ ഇങ്ങനെ രണ്ടായിട്ടൊന്ന് ഇങ്ങനെ മുറിച്ച് ഞാൻ വളരെ ചെറുതായിട്ട് ഇതിൻ്റെ അകത്തുള്ള ആ കുരു കളയണം കേട്ടോ. ഇതിൻ്റെ അകത്തുള്ള ഈ കുരുവൊക്കെ നീക്കി ഞാൻ കുറച്ച് ഒരു ഇച്ചിരി കൂടെ ചെറുതായിട്ടൊന്ന്, പച്ചയല്ല, ഇച്ചിരി ഒന്ന് ചെനച്ച ഒരു സൈസ് പുളിയാണ് എടുത്തിരിക്കുന്നത്. അതിങ്ങനെയൊന്ന് ഇതിൻ്റെ ഇതൊരു പരിപ്പ് പോലെ ഒരു സാധനമുണ്ട്, അതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കുവാണ് കേട്ടോ ചെയ്യുന്നത്. ഇങ്ങനെ അരിഞ്ഞെടുക്കുക. ഇതേപോലെ ഞാൻ ഇതേപോലെ 3 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് ഉണക്കമീനല്ലേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് 3 പുളിയാണ്. നിങ്ങൾ മീൻ്റെ എടുക്കുന്ന അനുസരിച്ച് നിങ്ങൾ പുളി എടുക്കുക കേട്ടോ. തീ കത്തിച്ച് ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് വരുന്നത്. വെളിച്ചെണ്ണ ഇച്ചിരി ഒന്ന് ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് അല്പം കടുക് ഇട്ട് കൊടുക്കണം. ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച് സബോള അതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞു വയ്ക്കണം കേട്ടോ. തേങ്ങ നമുക്ക് അരച്ചെടുക്കുകയും വേണം. ഇതൊന്ന് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും കുറച്ച് കടുക് ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം അതിലേക്ക്. ചൂടായി വരുമ്പോൾ കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് മറ്റുള്ളതെല്ലാം ചേർത്ത് കൊടുക്കാം. 2 ഉലുവയും കൂടെ ഞാൻ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. 2-3 ഉലുവയും കൂടെ അതിലേക്ക് നമുക്ക് പൊട്ടിച്ചു കൊടുക്കാം, ഇട്ട് കൊടുക്കാം. ഉലുവയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പോൾ നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് 2-3 കരിയാപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് കരിയാപ്പിലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാനിതാ സവോളയും പച്ചമുളകും ഒക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ, ഇതെല്ലാം ഒന്ന് ഇട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ആദ്യം ഇതെല്ലാം ഒന്ന് അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് നമുക്ക് തീ കുറച്ച് വയ്ക്കണം കേട്ടോ. തീ കുറഞ്ഞിരുന്നോട്ടെ. ഇതെല്ലാം ഒന്ന് വഴറ്റി കൊടുക്കാം നമുക്ക്. ഇതെല്ലാം അതിൻ്റെ അകത്തേക്ക് ഇടുക. അതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതേപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അന്നേരത്തേക്ക് ഇത് വഴറ്റി വരുമ്പോഴത്തേക്കും നമുക്ക് തേങ്ങ ഒന്ന് അരച്ചുകൊണ്ട് വരാം. നന്നായിട്ട് വാടിയതിൻ്റെ അകത്തേക്ക് നമുക്ക് പൊടികളെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം. ഞാനതിൽ തീ വളരെ കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഇതിലേക്ക് പൊടികളൊക്കെ ചേർക്കാനായിട്ട്. കാരണം അല്ലെങ്കിൽ നമുക്ക് കരിഞ്ഞു പോകുമല്ലോ. എല്ലാ പൊടികളും ചേർക്കാൻ ഞാൻ അല്പം മഞ്ഞൾപ്പൊടി ഇതിൻ്റെ അകത്തേക്ക് ചേർത്തു. പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടി, മല്ലിപ്പൊടിയാണ്. അത് നിങ്ങൾ എന്തോരം മീൻ എടുക്കുന്നുണ്ടോ അതനുസരിച്ച്, മീനും പുളിയൊക്കെ എന്തോരം എടുക്കുന്നുണ്ടോ അതനുസരിച്ച് ചേർക്കുക. ഞാനിപ്പോൾ ഇതിനൊരു സ്പൂൺ ഇങ്ങനെ ചേർത്തിട്ടുണ്ട്. പിന്നെ മുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾ ചേർക്കുക കേട്ടോ. ഞാനിത് ചേർക്കുന്നത് കാശ്മീരി മുളകാണ് കേട്ടോ. കാശ്മീരി മുളക് ഇതിൻ്റെ എരിവ് കുറവായിരിക്കും. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ എരിവിൻ്റെ അനുസരിച്ച് നിങ്ങൾ മുളക് പൊടി ചേർക്കുക കേട്ടോ. മുളക് പൊടി, മല്ലിപ്പൊടിയൊക്കെ നിങ്ങളുടെ ഇതനുസരിച്ച്. മല്ലിപ്പൊടി ഒത്തിരി ചേർക്കണ്ട, കുറച്ച് മതി. 1 സ്പൂണോളം മതിയായിരിക്കും, 1 ടീസ്പൂണോളം മതിയാവും. മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർക്കുക. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പിടുക കേട്ടോ. ആവശ്യത്തിന് ഉപ്പിടുക അതിലേക്ക്. ഉപ്പ് ആവശ്യത്തിന് എന്ന് പറയുമ്പോഴത്തേക്ക് ഉണക്കമീൻ അല്പം ഉപ്പ് ഉള്ളതാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി ഉപ്പിട്ടാൽ മതി. സബോളയ്ക്കും ഇതിനുള്ള ഉപ്പിൻ്റെ അനുസരിച്ച്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഉണക്കമീൻ നല്ല ഉപ്പുള്ള, വേറെ ഉപ്പ് വേണ്ടാന്നുണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഉപ്പ് ചേർക്കണ്ട, അല്ലെങ്കിൽ ഉപ്പ് ചേർക്കുക കേട്ടോ. അതിന് ശേഷം ഈ പുളി ഇടുക. ഈ പുളി അതിൻ്റെ അകത്തേക്ക് ഇട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് അല്പം വെള്ളം ഒഴിക്കുക. ഇച്ചിരി ഉപ്പ് ചേർത്താൽ മതി കേട്ടോ. ഉണക്കമീൻ ഉപ്പുള്ളതായതുകൊണ്ട് ഒത്തിരി ഉപ്പ് ചേർക്കണ്ട, കുറച്ച് ഉപ്പ് ചേർക്കുക, നിങ്ങളുടെ ആവശ്യത്തിന് ചേർക്കുക. ഇനിയിപ്പോൾ അതിൻ്റെ ഉപ്പ് പോരാന്നുണ്ടെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ എടുക്കുക കേട്ടോ. ഇത് ഞാൻ അതിന് ശേഷം ഇത് വാട്ടിയെടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇത് നന്നായിട്ടൊന്ന് വേവട്ടെ കേട്ടോ. ഈ പുളി ഇവിടെ കിടന്നൊന്ന് വേഗട്ടെ. നന്നായിട്ടൊന്ന് വെന്തതിന് ശേഷം ബാക്കി നമുക്ക് ചേർത്താം. തേങ്ങ അരച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ചാർപ്പുളിക്ക് മറ്റുള്ള പുളി പോലെയല്ല, ഇച്ചിരി അധികം വേവുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ഇച്ചിരി നേരം ഒന്ന് വെന്തതിന് ശേഷം ഇച്ചിരി നേരം ഒന്ന് ഒരു 2-3 മിനിറ്റ് കൂടുതൽ സമയം ഈ മീനിട്ട് വേവുന്നതിനേക്കാൾ കൂടുതൽ സമയം വേവിക്കണം. ഇച്ചിരി ഒന്ന് വെന്തതിന് ശേഷം ഈ മീനും കൂടെ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം.
മീനൊക്കെ അവിടെ കിടന്ന് വേവട്ടെ കേട്ടോ. വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഇത് മീനും അവിടെ കിടന്ന് നന്നായിട്ട് വെന്തതിന് ശേഷം നമുക്ക് തേങ്ങ അരച്ചത് ചേർക്കണം കേട്ടോ. കുറച്ച് തേങ്ങ മതി. നിങ്ങളെടുക്കുന്ന മീനിൻ്റെ അളവനുസരിച്ചും പുളിയുടെ അളവനുസരിച്ചും തേങ്ങ എടുക്കുക കേട്ടോ. നിങ്ങൾക്ക് എന്തുമാത്രം കറി വേണോ അതനുസരിച്ച് നിങ്ങൾ തേങ്ങ എടുക്കുക. ഞങ്ങളിപ്പോൾ കുറച്ച് കറിയായിട്ടാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് കുറച്ച് തേങ്ങയാണ് അരച്ചിട്ടുള്ളൂ. ഇത് നന്നായിട്ട് ഇവിടെ കിടന്ന് വേകട്ടെ കേട്ടോ. അതായത് കുറച്ച് നേരം ഇത് അടുപ്പയിലിരുന്ന് വേവാൻ തുടങ്ങിയിട്ട് ഇത് വെന്ത് കഴിഞ്ഞിട്ട് ഇപ്പം നമ്മൾക്ക് ഉപ്പൊക്കെ മതിയൊന്ന് നോക്കണം കേട്ടോ. ഉപ്പ് പോരാന്നുണ്ടെങ്കിൽ അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം തീ ഒന്ന് കുറച്ച് വയ്ക്കുക. തീ കുറച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഈ തേങ്ങ അരച്ച അതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ കടുകൊന്നും മറക്കേണ്ട കാര്യമില്ല. നേരത്തെ നമ്മൾ എണ്ണയിൽ വഴറ്റിയാണല്ലോ നമ്മൾ ഇതിലേക്ക് ചേർത്തത്, അതുകൊണ്ട് അതൊന്നും എടുക്കേണ്ട കാര്യമില്ല. ഇനി കടുക് എണ്ണയൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല. കടുക് നമ്മളെ എണ്ണയിൽ വെളിച്ചെണ്ണയിൽ നന്നായിട്ട് വഴറ്റിയാണല്ലോ ഇത് ചേർത്തിരിക്കുന്നത്. ഇതിങ്ങനെ ചെയ്യുക. അതിന് ശേഷം അല്പം നിങ്ങൾക്ക് ചാറ് വേണമെന്നുണ്ടെങ്കിൽ അല്പം കൂടെ വെള്ളം ഒഴിച്ച് ഒന്ന് നീട്ടി കൊടുത്താൽ മതി കേട്ടോ. ചാറ് വേണമെന്നുണ്ടെങ്കിൽ ഞാനൊരല്പം കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് ഇത് മതി. ഈ കറി തന്നെ മാത്രം മതി നമുക്ക് ഒരു ഇന്ന ചോറുണ്ണാനായിട്ട് നല്ല ഇതിലുള്ള കറിയാണ് കേട്ടോ. എന്ത് രസമാണെന്ന് നോക്കി. ഇത് തന്നെ നല്ല മണവും നല്ല രുചിയുള്ള ഇത് കറിയാണ് കേട്ടോ. ഉണക്കമീനും ഇത് സ്റ്റാർ പുളിയിട്ട് ഏത് പുളിയിട്ട് വേണമെന്നുണ്ടെങ്കിലും ഇതേപോലെ വെക്കാം കേട്ടോ. ഇങ്ങനെ നമുക്ക് കറി ഉണ്ടാക്കി എടുത്ത് വെക്കാം കേട്ടോ. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകാതെ ഒന്ന് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങൾക്കിത് കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് അടിക്കുക കേട്ടോ. എൻ്റെ വീഡിയോ ഇപ്പോൾ ഞാൻ തുടങ്ങിയല്ലേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനം എനിക്ക് വേണം കേട്ടോ. നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് പോയി കണ്ടിട്ട് ഒന്ന് ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക കേട്ടോ. താങ്ക് യു.